ഗസയിലെ ഇസ്രായേലിന്റെ പട്ടിണിക്കൊലക്കെതിരെ ലോകത്താകെ പ്രതിഷേധം ആഞ്ഞടിക്കുന്നു. ഓസ്ട്രേലിയയിൽ നടന്ന വൻ പ്രതിഷേധത്തിൽ 1,00,000-ലധികം പേർ പങ്കെടുത്തു. സഹായം തേടിയെത്തിയ 56 പേരുൾപ്പെടെ 92 പേരെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തി. കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ പട്ടിണി മരണം അധികരിക്കുമെന്ന് UN മുന്നറിയിപ്പ് നൽകി. VK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ഈ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ്. ഇന്നലെ മാത്രം 92ഓളം പേരെയാണ് അവർ കൊലപ്പെടുത്തിയത്. വലിയ പ്രതിഷേധമാണോ ലോകത്താകെ ഉയരുന്നത്? തീർച്ചയായും അമൃത, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം, വീക്കെൻഡിൽ ലോകത്താകെ പ്രതിഷേധങ്ങൾ നടന്നു. യൂറോപ്പിൽ, അതേപോലെ തന്നെ അമേരിക്കയിൽ. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന വലിയ പ്രതിഷേധ പ്രകടനമാണ്. ഫലസ്തീനു വേണ്ടി, ഗസയ്ക്ക് വേണ്ടി 1,00,000-ലധികം വരുന്ന ആളുകളാണ് സിഡ്നിയിൽ ഒത്തുചേർന്നത്. പട്ടിണിക്കൊല അവസാനിപ്പിക്കണം, ലോകം ഇടപെടണം, മനുഷ്യത്വം ഉണരണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു സിഡ്നിയിലെ റാലിയിൽ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തത്. സ്ത്രീകളും അതേപോലെ തന്നെ കുട്ടികളും അടക്കം സിഡ്നിയിലെ വലിയൊരു ജനസമൂഹം തന്നെ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെയുള്ള വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ഇസ്രായേലിലും കഴിഞ്ഞ ദിവസം വലിയ പ്രകടനങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനം. ആദ്യമായി ഇസ്രായേലിലെ 2 സംഘടനകൾ ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണ് എന്ന് തുറന്നു പ്രഖ്യാപിക്കാൻ വേണ്ടി വാർത്താസമ്മേളനം വിളിച്ചു. അപ്പോൾ ലോകത്താകെ മനുഷ്യത്വമുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഫലസ്തീൻ്റെ കൂടെ നിൽക്കുന്നു. ഇസ്രായേലിൻ്റേത് വംശഹത്യയാണ് എന്ന് തുറന്നു പറയുന്നു. അപ്പോഴും നമ്മൾ പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളാണ്. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അമേരിക്ക ഈ വലിയ പ്രതിഷേധങ്ങൾ ലോകത്താകെ ഉയർന്നു വരുമ്പോഴും അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന സഹായത്തിൻ്റെ ഒരു ബലത്തിലാണ് ഇപ്പോഴും നെതന്യാഹു കൂട്ടക്കൊലകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ന് വലിയ കാര്യങ്ങൾ സംഭവിച്ചു. അതിനുശേഷം നടന്നത് വംശഹത്യയാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. അമേരിക്കയിൽ നിന്നും തന്നെയുള്ള ഉദ്യോഗസ്ഥർ GHFൻ്റെ കേന്ദ്രങ്ങളിൽ, അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മരണക്കെണിയായ ഗസയിലെ മരണക്കെണിയായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ അമേരിക്കയിലെത്തി ആ ക്രൂരതകൾ വെളിപ്പെടുത്തുന്ന സാധാരണക്കാരെയും കുട്ടികളെയും ഭക്ഷണ കേന്ദ്രങ്ങളിൽ വരി നിന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങളും കൈമാറുമ്പോഴും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അവിടെ വംശഹത്യ നടക്കുന്നില്ല, അവിടെ കാര്യമായി ഇസ്രായേലിൻ്റെ അടുക്കൽ പ്രശ്നങ്ങളില്ല, ഹമാസിൻ്റെ ആളുകൾ മാത്രമാണ് കൊലപ്പെടുത്തുന്നത്, ഹമാസാണ് ഭക്ഷണം തട്ടിയെടുക്കുന്നത് എന്ന നുണ ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പട്ടിണിക്കൊല തുടരുന്നു. കഴിഞ്ഞ ദിവസം 92 പേരാണ് ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ആ കൊലപാതകങ്ങളിൽ ഏറെയും ഭക്ഷണത്തിന് വരി നിൽക്കുന്ന കേന്ദ്രങ്ങളിലാണ്. നമുക്കറിയാം, കുട്ടികളടക്കം ആളുകൾ വൻതോതിൽ പോഷകാഹാരക്കുറവ് നേരിടുകയും അതിനെ തുടർന്ന് മരിക്കുകയും ചെയ്യുമ്പോൾ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ GHFൻ്റെ കേന്ദ്രങ്ങളിലേക്ക് വരിക, അവിടെ നിന്ന് ഭക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഭക്ഷണ കേന്ദ്രങ്ങൾ വലിയ കൂട്ടക്കൊലക്കുള്ള ആസൂത്രിതമായ ഇടങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിയും തുടരാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. കാരണം ഈ ദിവസങ്ങളിലെല്ലാം ഇത്രയും വലിയ കൊലപാതകങ്ങൾ, 1300-ലധികം പേരാണ് ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ കൊല്ലപ്പെട്ടത്. അത്രയും വലിയ കൊലപാതകം നടന്നിട്ടും, കൂട്ടക്കൊലകൾ നടന്നിട്ടും ലോകരാജ്യങ്ങൾക്ക് അവരുടെ ഈ നിലപാടുകളെ ഇസ്രായേലിൻ്റെ കൈക്ക് പിടിക്കാൻ സാധിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ചില രാജ്യങ്ങളെല്ലാം തന്നെ ഫലസ്തീൻ അംഗീകരിക്കും എന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ആ പ്രഖ്യാപനങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ഈ ഗസയിലോ അല്ലെങ്കിൽ ഫലസ്തീനികൾക്കോ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഈ വംശഹത്യയെ തടയാനോ അതിനെ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ, ഏറ്റവും ചുരുങ്ങിയത് അവിടേക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാനോ എങ്കിൽ പോലുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഈ ലോകക്രമത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ശരി.